രോഗശാന്തി താനേ ബോധസഹിതേ പഞ്ചബോധാത്മകമാകുന്ന ദേഹത്തിനകത്തിങ്കൽ വന്നു ഭവിച്ചിരിക്കുന്ന ജരാനരകളെയെല്ലാം ദൂരീകരിച്ചു തരുന്ന നല്ലൊരു അമ്മയായിട്ട് കുടുംബത്തിനകത്ത് നല്ലൊരു ഉപദേഷ്ടാവായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാകും. പാർവണം മാറാത്ത ചുണ്ടിലെ അമ്മയെന്ന വിളി കേൾക്കുമ്പോൾ നിത്യവും നിങ്ങളെ സംരക്ഷിച്ചു പോരുവാൻ ഉതകുന്ന പരാശക്തിയായിട്ട് അമ്മ കൂടെ ഉണ്ടാകും കേട്ടോ. എൻ്റെ മഹാലോകരെ ഗുണപ്പരുടെ ഗുണത്തുകൊണ്ട് പരിപാലിച്ചെടുക്കാറായിരിക്കട്ടെ. സത്യസന്ധതയും ആത്മശക്തിയും ശത്രു സംഹാരശക്തി എന്നിവയ്ക്ക് ഇരിപ്പിടമായവൾ കൽപ്പാന്ത പ്രളയകാലത്ത് സകല ചരാചര പ്രപഞ്ചങ്ങളെ പാടെ മുക്കുന്ന പ്രളയസമുദ്ര സൂക്ഷ്മങ്ങളായ നീർത്തുള്ളികൾ പോലെ നാനാ ചരാചര നിബിഡമായിരിക്കുന്ന 14 ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന അമ്മയുടെ കാരുണ്യ കടാക്ഷ വീക്ഷണം നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി തരും കേട്ടോ. എൻ്റെ പൈതങ്ങളെ ചാടിക്കളയാതെ എന്നും സാലോക്യം സാമീപ്യം സാരോഗ്യം സായോജ്യം എന്നിരിക്കുന്ന 4 ഭാവത്തെങ്കിലും അക്ഷരസിദ്ധുകളോട് കൂടിയിട്ട് വർത്തിച്ചിരിക്കുന്ന അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായികയുടെ കാരുണ്യ കടാക്ഷം നിങ്ങൾക്കുണ്ടാക്കിത്തരും കേട്ടോ. അച്ഛനായിട്ടും അമ്മയായിട്ടും താങ്ങായിട്ടും തണലായിട്ടും മാതൃഭാവത്തിങ്കിൽ ഇന്നേ വരെ മഹാദേവിയുടെ ഭുജത്തിൻ്റെ ക്ഷീണം പകർന്നു തന്നിരിക്കുന്ന തേജോമണി ചൈതന്യ രൂപത്തെ ദർശിപ്പാനുള്ളതായ മഹാഭാഗ്യത്തെ എടുത്ത് പരിപാലിച്ചു തന്നു. രക്ഷയായിട്ടുണ്ട് കേട്ടോ. എന്ന് നന്മയുടെ വെളിച്ചമായിട്ട് ചരത്തിനും മധുരത്തിനും സാക്ഷിഭൂതകമായിട്ട് പ്രണായമം ചെയ്തിരിക്കുന്ന പരിശുദ്ധന്മാരായിരിക്കുന്ന എൻ്റെ കുഞ്ഞുകിടാങ്ങളോടും തന്നെ എന്തുണ്ടെങ്കിലും അതെല്ലാം കടിച്ചമർത്ത് കുഞ്ഞുകിടാങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ മടിത്തട്ടിലിരുത്തി വലമുല ചുരന്നു തന്ന് ക്ഷീണം പകർന്നു തന്നിരിക്കുന്ന തേജോമയി ചൈതന്യ രൂപത്തിൻ്റെ ദർശനഭാഗം ഉണ്ടാക്കി തുരുമ്പട്ടോ വൈദ്യങ്ങളെ. ആണിനാൺമറയായിട്ടും പെണ്ണിന് പെൺമറയായിട്ടും കൂരും കടവോ കുളിക്കും കടവോ ഒന്നും ഭേദഗതിയില്ല. പ്രാർത്ഥനയാണോ? നരജന്മത്തിനകത്താറ് ഷഡ്ഭുജഭാവം അല്ലേ? ജനനം, ബാല്യം, കൗമാര, യൗവന, വാർദ്ധക്യ, മരണം. ഇനിയും ഷഡ്ഭുജഭാവങ്ങൾ ജീവിച്ചു തീർക്കുവാനുണ്ട് അല്ലേ? ജീവിതം എന്നിരിക്കുന്ന പന്താവിനകത്ത് പരീക്ഷണങ്ങളെ നേരിട്ടു. അപ്പോഴോ അമ്മയെ വിളിക്കേണ്ടി വന്നു അല്ലേ? ഇതുങ്ങളെ ചാടിക്കളഞ്ഞു അമ്മ. പെറ്റമാതാവിനെ കടിച്ചാൽ എടുത്ത് കൂട്ടിപ്പൊരിച്ചിരിക്കുന്ന അക്ഷിയായിട്ട് നല്ലൊരു അമ്മയായിട്ട് കൂടെ നിന്നില്ലേ ഞാൻ? ജനമൃതിയാകുന്ന മനോരോഗത്തിന് സിദ്ധൌഷധമായിട്ട് നിന്നില്ലേ അമ്മ? അജ്ഞാനന്ധകാരത്തെ ഇല്ലാതാക്കുന്ന വജ്രാന്ത സൂര്യനായിട്ട് അമ്മ വിളങ്ങിയില്ലേ? സ്കന്ധത്തിങ്കൽ നല്ലൊരു ശിരോഭൂഷണമായിട്ടുണ്ടാകും. നിങ്ങൾ ചെയ്യുന്നതെല്ലാം കാമകർമ്മയോഗങ്ങളിൽ പോലും നന്മയുടെ വെളിച്ചമായിട്ടുണ്ടാകും കേട്ടോ. എൻ്റെ പൈതങ്ങളെ ചാടിക്കളയാർ വൃക്ഷം കയ്യെ മാർവത്തേക്ക് പിടിച്ചു തരാം. അമ്മയുടെ വെളിച്ചം എന്നും ഉണ്ടാകും നിങ്ങളോടൊപ്പം. ഗുണപ്പരരെ പ്രകൃതിയുടെ ശുദ്ധമായിരിക്കുന്ന കരവിരുതിൽ നിന്നും ശാന്തതയുടെ പ്രകാശം പരത്തുന്ന അമ്മ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഗുണകർമ്മങ്ങളെ വിഭജിച്ച് മനുഷ്യരിൽ ജ്ഞാനയോഗത്തിനോടുള്ള ഇഷ്ടവും ദാനശീലവും ക്രോധമില്ലായ്മയും ഞാനെന്ന ഭാവമില്ലാതിരിക്കുന്ന ഈ ഗുണങ്ങളെല്ലാം ചേർത്തുകൊണ്ടിരിക്കുന്ന പഞ്ചഭൂതാത്മകമാകുന്ന ജനപ്രതിയാകുന്ന മനോരോഗത്തിന് സിദ്ധൌഷധമായ ഉണ്ടാകും കേട്ടോ. പൈതങ്ങളെ ആപത്തിനെ തട്ടി നീക്കി തരാൻ കേട്ടോ. കൈലാസത്തോളം ആഗ്രഹിക്കുവിൻ കേട്ടോ.
കൈലാസത്തോളം ആഗ്രഹിച്ചാൽ കമലാക്ഷി ഒരു കുന്നിക്കുരുവെങ്കിലും തരും മോക്ഷമാകുന്ന അനുഭവം. അത്രേ തരൂ കേട്ടോ. അത് മതി നിങ്ങൾക്ക് 7 ജന്മത്തിന് സുഖിച്ചു പോരുവാനായിക്കൊണ്ട്. ഈ ചെഞ്ചലാക്ഷിയുടെ ജലം ചരിതമായിരിക്കുന്ന പാർശ്വഭാഗങ്ങളിൽ നിന്നുള്ളൊരു ഏകദർശനം നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി തരും കേട്ടോ. ബുദ്ധിമുട്ട് വരുത്തില്ല. എത്തിക്കാം കുടപ്പനെ കുടത്തുകൊണ്ട് വരുമായിട്ട്. എൻ്റെ പൈതങ്ങളെ ചാടിക്കളയല്ലേ കേട്ടോ പൈതങ്ങളെ. വേദവേദാന്തകാന്ത വേദ്യന വിശ്വാത്മാവേ ആനന്ദഹീനം പൂർണ്ണമൽജിതം ശിവം സച്ചിദാനന്ദകാരം ശാന്തം അദ്വൈതം ബിന്ദുവക്കരം കേട്ടോ. രക്ഷയായിട്ടുണ്ട്, താങ്ങും തണലായിട്ടുണ്ട് മാതാവും എന്നും പ്രാർത്ഥിച്ചു പോറാറായിരിക്കട്ടെ. നന്മയുടെ വെളിച്ചമായിട്ട് കൂടെ ഉണ്ടാകും. മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് വിനിവർത്തിപ്പിച്ച് ബുദ്ധിയിലൊതി കിടമുറിയാത്ത തൈലധാര പോലെയുള്ള ചിന്തകളുണ്ടാക്കി തരും അമ്മ. എന്നും നന്മയുടെ വെളിച്ചമായിട്ട് തിന്മയുടേതായിരിക്കുന്ന പാലമൃത് കുടിക്കുമ്പോൾ പാല് വറ്റിപ്പോയല്ല എൻ്റെ പുറം കയറി ചവിട്ടും. ഓർമ്മയുണ്ടോ ഇതല്ല രെ? ചീനമൊന്ന് വറ്റിയാൽ എൻ്റെ പുറം കയറി ചവിട്ടും മക്കള്. എന്നാലും അമ്മ വിടുവോ? വടിത്തട്ടിൽ ഇരുത്തിയിട്ടുണ്ട് ഞാൻ. വലമുല ചുരന്നു തന്നു ക്ഷീണം പകർന്നു തന്നിരിക്കുന്ന തേജോമയി ചൈതന്യ രൂപമാണ് കേട്ടോ അമ്മ. അമ്മയെ പരിപാലിക്കണം, പരിരക്ഷിക്കണം കേട്ടോ. എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും. മടിത്തട്ടിലിരുത്തി വലമുല ചുരന്നു തന്നു കുടുംബത്തിനകത്ത് നല്ലൊരു ഉപദേഷ്ടാവായിട്ടും എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് ശ്രീചക്ര മധ്യസ്ഥാനത്തെ പങ്കീരൂപത്തിൻ്റെ ക്ഷയിക്കുന്ന പരാശകതിയായിട്ട് കുടുക്കുന്ന ദുകുലിന് കുടിക്കഞ്ഞിക്കും കഞ്ഞിക്കും കാകം കാലമാകുന്ന കാകനും പരന്തിനും ഞാൻ ഇടപെട്ട് കൊടുക്കില്ല കേട്ടോ. രക്ഷയുടെ മാർഗമായിട്ടമ്മ ഉണ്ടാകും, രക്ഷിക്കും കേട്ടോ. അതുകൊണ്ട് ഏറ്റുപിടിക്കട്ടെ. ഒരാളും കൂടി അല്ല അവിടെ വേണ്ട, കണ്ണാത്തിൽ ചേർക്കണം, സൂക്ഷിക്കണം കേട്ടോ. ചിലവായോ കുറേ കൂട്ടിത്തരും അമ്മ കേട്ടോ. 1ന് 10 ഞാൻ കൂട്ടിത്തരും. സ്വത്തായാലും സത്തായാലും ഇന്നല്ലേ പോകുന്നുള്ളൂ കരങ്ങളിൽ നിന്ന്. ഇനി ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ 4 ഇരട്ടി ഞാനുണ്ടാക്കി തരും അമ്മ കേട്ടോ. ഏറ്റുപിടിക്കുന്നു കേട്ടോ. അതുകൊണ്ട് കോമരന്മാരെ ചെയ്യിച്ചൊരുക്കുന്ന ശകതിയാണമ്മ. അതുകൊണ്ട് എൻ്റെ മക്കളെ വേണ്ടതുപോലെ പരിപാലിച്ചാൽ പരമാനന്ദവും പരമശ്രേയസ് നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി തരും കേട്ടോ. ജീവിതം എന്നിരിക്കുന്ന വന്നാവിനകത്ത് പരീക്ഷണങ്ങൾക്ക് ഞാൻ ഇടപെട്ട് കൊടുക്കില്ല കേട്ടോ. നന്മയുടെ മാർഗമായിട്ട് അമ്മ കൂടി ഉണ്ടാകും എന്ന് വിശ്വസിക്കാറാവട്ടെ. അമ്മയുടെ കരങ്ങളിൽ തരുവാനൊന്നും സമ്പാദിച്ചിട്ടില്ല അമ്മ. കാശിരാമേശ്വരമാണെങ്കിലും കാശി തീർത്ഥവും ഒരുമിച്ച് സംഗമിച്ചപ്പോൾ ഒരു ദിവ്യമാകുന്ന പദാർത്ഥമുണ്ടായി. മഞ്ഞപ്രകാശ് ഞാൻ ഉണ്ടാക്കി തരാൻ കേട്ടോ. എന്നും ജീവിതം നല്ല സുഖകരമാക്കുവാനുള്ളതായി എവിടെ ഇരിപ്പിടത്തിലേക്ക് വീടത്തിൽ വെക്കുന്നു. വീടം കുറച്ച് അങ്ങോട്ട് നിന്നോട്ടോ. വിശ്വകർമാവേ എന്താ വന്നിട്ടുണ്ടോ? അവരുടെ കറകളെല്ലാം തീർത്തോ? കറകളെല്ലാം തീർത്തോ അവരുടെ? സാധ്യമാകൂ അല്ലേ? എങ്ങനെ പ്രാർത്ഥനയാണോ? അല്ല കുടുംബത്തിനകത്ത് ഒത്തൊരുമയോട് കൂടിയിട്ട് അമ്മയ്ക്കൊരു തിരുവായുധം കൊടുക്കണം എന്നുള്ളതായ നിഷ്കളങ്കമായിരിക്കുന്ന ഭക്തി തന്നെയാണോ? അല്ല 12 രാശിയിൽ 9 ഗ്രഹസ്ഥന്മാരെ വരച്ചു വെച്ച് സ്തുതിച്ചു വെച്ച് നോക്കുമ്പോൾ വേണുഗീത, ശ്രുതിഗീത, ശങ്കരഗീത, കുമാരഗീത, ക്ഷണൽകുമാരഗീത ഇങ്ങനെ ഇരിക്കുന്ന ഗീതാ പ്രബന്ധങ്ങളിൽ നിറഞ്ഞതാണോ ഇത്? അല്ല ചണ്ടമാരുതനെന്ന് കാറ്റ് വീശിയോ? അല്ല ഭക്തി എന്നിരിക്കുന്നതായ കാറ്റ് വീശിയിട്ട് തെളിഞ്ഞതാണോ? ല്ലേ ഇത് അല്ലേ? അമ്മ അറിയുന്നുണ്ട്, അമ്മയ്ക്ക് അറിയാം. കാരണം അല്ലേ 24 ഘടകങ്ങൾ ചേർന്നിരിക്കുന്ന ക്ഷേത്രത്തിനകത്ത് ഈ വന്യെങ്കിൽ നിത്യാഗ്നി, വിരജാഗ്നി, ഔപജനാഗ്നി, ശ്മശാനാഗ്നി, കരളാഗ്നി ഇങ്ങനെ ഇരിക്കുന്ന അഗ്നികളുണ്ടല്ലോ അല്ലേ? ആ അഗ്നിയിൽ പെട്ടാലോ അറിയാലോ കഥകൾ അറിയാത്തവരാരുമില്ല ഇതിനകത്ത് ഉണ്ടോ? അതുകൊണ്ട് ഊർധ്വ നമസ്കാരം വേണ്ടി വന്നു, ഭാഗ്യ നമസ്കാരം വേണ്ടി വന്നു, സാഷ്ടാംഗ നമസ്കാരം വേണ്ടി വന്നു, അഷ്ടാംഗ നമസ്കാരം വേണ്ടി വന്നു. പോരാ എൻ്റെ മാതാവ് സായാഹ്ന നമസ്കാരം കൂടി ഇരിക്കട്ടെ എന്ന് അല്ലേ 108 കബഡിയിൽ തെളിഞ്ഞു.
അതിൻ്റെ ഭാഗമല്ലേ ഇത്? അറിയാം. അതുകൊണ്ട് ഏറ്റുപിടിക്കട്ടെ. വന്നത് വന്നു കേട്ടോ. ജീവിതമെന്നിരിക്കുന്ന പന്താവിനകത്ത് പരീക്ഷണങ്ങൾക്ക് ഇനി ഞാൻ ഇടപെട്ട് കൊടുക്കില്ല കേട്ടോ. ദീർഘായുസുണ്ടാക്കി തരും കുടുംബത്തിനകത്ത്. എൻ്റെ അകക്കണ്ണുകൊണ്ടുള്ള കടാക്ഷം നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി തരും കേട്ടോ. നടക്കുന്ന കാലടറിയാൽ തൊക്കും കയ്യെ മാർവത്തേറ്റ് പിടിച്ചിട്ട് രക്ഷയാകുന്ന കവചം നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി തരും കേട്ടോ. അതുകൊണ്ട് ഏറ്റുപിടിക്കട്ടെ. എളുന്നേരെടുക്ക് അല്ലേ, മനസ്സിലായിട്ട് കഴിക്കട്ടെ. എൻ്റെ വന്തെടുക്കത്തപ്പാ, എൻ്റെ വന്തെടുക്കത്തപ്പാ. ഏതായാലും പൂർവീക കാലത്തിങ്കൽ പൂർവീകന്മാരെന്നെ പഞ്ചവിധമായിരിക്കുന്ന ഭക്തി രസായനങ്ങളെ ഓർത്തുനാക്കിയിട്ട് നൃത്തഗീതാരി കർമാനുഷ്ഠാനം എന്നിരിക്കുന്ന മഹായജ്ഞത്തിലൂടെ എന്നെ പരിപാലിച്ചു. സർവ്വദൈവങ്ങളുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് അല്ലേ, അന്ന് മുതൽ ഏറ്റുപിടിച്ചിരിക്കുന്ന മക്കളാണ് നിങ്ങളെന്നെ. ഇന്നേ ഇവരെ ചാടിക്കളഞ്ഞിട്ടില്ല. 1-9 മാസമായിട്ട് ജീവിതത്തിനകത്ത് ഞാൻ ഉണ്ടാക്കി തന്നു നിങ്ങൾ അല്ലേ. നാട്ടിലുള്ള നരിഭയങ്ങളെ, വിഷഭയങ്ങളെ, അഗ്നിഭയങ്ങളെ, ചോരഭയങ്ങളെയോ അല്ലേ എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്ന സത്യം തന്നെയാണ്. ബ്രഹ്മദേവനെ വിളിച്ചാൽ കേട്ടില്ല എന്ന് നടിക്കും, ശിവദേവനെ വിളിച്ചാൽ കേട്ടില്ല എന്ന് നടിക്കും അല്ലേ. എന്നാൽ പെറ്റമാതാവിനെ പൊടിച്ചു പോയാൽ പോറ്റിപ്പൊലിച്ചിരിക്കുന്ന അക്ഷിയായിരിക്കുന്ന തേജോമിയായ ത്രിപുണസുന്ദരിയായിരിക്കുന്ന മാതാവിനെ വിളിച്ചാൽ കേട്ടില്ല എന്ന് നടിക്കുമോ? ഞാൻ ഏറ്റുപിടിച്ചിരിക്കുന്ന ബന്ധമല്ലേ കുടുംബാലികന്മാരെ. അമ്മയായിട്ടുണ്ട് കേട്ടോ, നല്ലൊരു ശിരോപൂഷണമായിട്ടുണ്ട് നിങ്ങളോടൊപ്പം. സ്കന്ധത്തിങ്കൽ മാരയായിട്ടുണ്ട്, വീരത്തിന് വീരലക്ഷ്മി ആയിട്ടുണ്ട് അമ്മ കേട്ടോ. അതുകൊണ്ട് ഏറ്റുപിടിക്കട്ടെ. സർവ്വപാപങ്ങൾ ദൂരീകരിച്ചു കൊടുത്തിട്ട് ശ്രേഷ്ഠമായിരിക്കുന്ന ബ്രഹ്മപദത്തിൽ സാധിച്ചു കൊടുക്കേണ്ടതായിരിക്കുന്ന വഴികൾ ഉണ്ടാക്കി കൊടുക്കാറായിരിക്കട്ടെ എൻ്റെ കുഞ്ഞു കുട്ടികുമാരികൾക്ക്. ആവട്ടെ. എല്ലാം വടക്ക് രാജ്യത്തെ കുടിച്ചു വിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഏറ്റുപിടിക്കട്ടെ. കേൾക്കോ അല്ലേ, ഒരു ദർശനഭാഗത്തോടു കൂടി ആവട്ടെ. ഉണ്ടാകും അല്ലേ, ദർശനവാദ്യങ്ങൾ ഉണ്ടാകും, ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ. വേദങ്ങളെ പിടിക്കട്ട മാതാവും കണ്ടമുണ്ടത് ശുദ്ധന്മാരെ വിഗ്രഹിച്ച് ബന്ധമാണതെനിക്ക് കേട്ടോ. എല്ലാ ശത്രുഭയങ്ങളെയും ഉന്മൂലനാശനം ചെയ്തു തന്നിട്ട് ചരാചരങ്ങളായിരിക്കുന്ന എല്ലാ നൈശ്വരും വസ്തുക്കളിലും എന്നെ ദർശിക്കുവാനും സ്പർശിക്കുവാനുമുള്ള മഹാഭാഗ്യത്തെ നിങ്ങൾക്ക് ഞാൻ എടുത്തു പരിപാലിക്കും. സിന്ധു കന്യോട്ട് സിന്ധു കന്യോട്ട് ആരും ആദ്യം ഒന്നൊന്ന് തുടങ്ങണ്ടേ, അന്ന് ആരൊക്കെ ഉണ്ടാകും? ഞാനെന്നിരിക്കുന്ന മഹേശ്വരിയുടെ കരുത്തുണ്ടല്ലോ നിങ്ങൾക്ക് അല്ലേ, ഞാനെന്നിരിക്കുന്ന മഹേശ്വരിയുടെ കരുത്തുണ്ടല്ലോ നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ നന്മയാവണം, വെളിച്ചമാവണം അമ്മ, അത്ര വരിക്കും അല്ലേ. അപ്പോൾ നന്മയുടെ വെളിച്ചമായിട്ട് തറവാടിനകത്തിപ്പെട്ടിരിക്കുന്ന നല്ലൊരു അമ്മയായിട്ട് ശിരോപൂഷണമായിട്ട് വീരത്തിന് വീരലക്ഷ്മിയായിട്ട് അല്ലേ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം അല്ലേ. ആവട്ടെ. ഇനി എന്ന് കാണുന്നുവോ അത്ര വരയ്ക്കും അനസൂതം പ്രവചിച്ചു കൊണ്ടിരിക്കുന്ന അത്യാദൃശ്യ പ്രഭാവ സമ്പൂർണമായിരിക്കുന്ന ശക്തി ചൈതന്യം നിങ്ങളുടെ ഭർത്തന്മാരെന്നിരിക്കുന്നതായ നിങ്ങളുടെ പ്രാകൃത രൂപണത്തിങ്കൽ പ്രപഞ്ച വിഗ്രഹ രൂപേണ നിങ്ങൾക്ക് ദർശിക്കുവാനും സ്പർശിക്കുവാനുമുള്ള ഭാഗ്യമാണ് കൈവന്നിട്ടുള്ളത്. അത് ചാടിക്കളയരുത് കേട്ടോ.
ചാടിക്കളയരുത് കേട്ടോ. സകല രക്ഷയെയും പ്രദാനം ചെയ്തിരിക്കുന്നതായ അത്യാദൃശ്യ പ്രഭാവ സമ്പൂർണമായിരിക്കുന്ന പരാശക്തി ഈ ക്ഷയത്തെ വരുത്താണ് തക്കവണ്ണം എന്നും ക്ഷേമത്തോടുകൂടി ജീവിക്കാനുള്ളതായ അനുഭവങ്ങൾ ഉണ്ടാക്കണം അല്ലേ. കാലാവസ്ഥയാണ്, കലിയുഗമാണ്. കലിയുഗമാകുന്നതായത് ഒന്നാമസ്ഥയെങ്കിൽ മാതാപിതാ ഗുരുദൈവം എന്നിരിക്കുന്നതായ അനുഭവങ്ങളൊന്നും സിദ്ധിക്കില്ല. കാരണം ആധുനിക പ്രകൃതിയാണ് ഇപ്പോഴത്തെങ്കിൽ അല്ലേ. കർമ്മങ്ങൾ ചെയ്തു പോരുമ്പോഴും കർമ്മത്തിങ്കൽ വ്യാപൃതനാകുന്ന കാലനേരത്ത് കർമ്മപ്പിഴ വരുത്താണ് തക്കവണ്ണം ഞാനെന്നിരിക്കുന്നതായ അന്ധകാതക ചിതത്ത് കുണ്ട സംഭൂതയായിരിക്കുന്ന പരാശക്തിയുടെ അനുഗ്രഹം സിദ്ധിയോഗമാക്കണം നിങ്ങൾക്ക് വേണ്ടേ. അതുകൊണ്ട് കലിയുഗത്ത് ഇങ്ങനെ ഇരിക്കുന്നതായ മഹാഭാഗ്യത്തെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അനേക മൊഴികൾ ചൊല്ലുന്നില്ല കേട്ടോ. എന്നും നിങ്ങളോടൊപ്പം വീരത്തിന് വീരലക്ഷ്മിയായിട്ട് ഐശ്വര്യത്തെയും സന്തോഷത്തെയും പ്രദാനം ചെയ്തിരിക്കുന്ന മഹാലക്ഷ്മിയായിട്ടും കേട്ടോ ഉണ്ടാകും നിങ്ങളോടൊപ്പം ഞാൻ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന നിഷ്കാമ കർമ്മയോഗങ്ങൾ എനിക്കുള്ളതായ കർമാനുഷ്ഠാനമായിട്ടും നിങ്ങളുടെ സഞ്ചാരം എനിക്കുള്ളതായ പ്രദക്ഷിണമായിട്ടും നിങ്ങളുടെ കിടപ്പ് എനിക്കുള്ളതായ ദീർഘദണ്ഡ നമസ്കാരമായിട്ടും കേട്ടോ നിങ്ങളുടെ ആഹാരഗതികൾ എനിക്കുള്ള ആഹൂതിയായിട്ട് ഞാൻ കരുതിക്കോളാം കേട്ടോ. ആർക്കും ഒരു ബുദ്ധിമുട്ട് വരുത്താതെ ഇനി എന്ന് കാണുന്നുവോ അത്ര വരയ്ക്കും ഞാൻ തന്നിരിക്കുന്നതായ പച്ചരി അതൊരു കുസുമമാണെന്ന് കരുതിയിട്ട് എൻ്റെ മേനികൾ അങ്ങനെ ചെയ്ത് അർച്ചന കഴിക്കാറായിരിക്കട്ടെ കേട്ടോ. അതുകൊണ്ട് അനേക മൊഴികൾ ചൊല്ലുന്നില്ല. മാതാവ് ഇനി എപ്പോഴാണ് കൂടുന്നത് അല്ലേ, ഇനി എപ്പോഴാണ് ഇങ്ങനെ കൂടുന്നത് അന്ന് അല്ലേ. അങ്ങനെ ഒരു അപേക്ഷ പറയാൻ പാടില്ല.
മനസ്സിലെങ്കിൽ കൊണ്ട് ആഗ്രഹിച്ചു. ഇതെന്താണ് വേണ്ടത്? അങ്ങനെ നാരദേശത്തെ ദേവന്മാരും ദേവാദി ഗണങ്ങളും ഒക്കെ ഇതിനാലും കാണണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ തുല്യപ്പെട്ട അങ്ങനെ ഇടകഴിഞ്ഞതിന് ശേഷം പോന്നു പിടിച്ചു. അവിടെ നിലയുറപ്പിച്ചു. അത് കല്ലി കാവേരി, പുല്ലും ഭൂമി, നീരും നികലം കൊണ്ട് ആരാധിച്ചു പോരുന്നതായ എൻ്റെ ഗോരന്മാരുടെ ദേശത്തുള്ള ഭക്തന്മാരുടെ ആഗ്രഹപ്രകാരം പാറക്കാട് ചൊർക്കണം തറവാട് അഭിമാനപ്രകാരം ഞങ്ങൾക്കൊരു ധർമ്മദൈവം വേണമെന്ന് ആഗ്രഹിച്ചു. കുമ്പകോട്ട് സ്ഥല അവതാരമായിട്ട് കുമ്പകോട്ട് സാമന്തി അമ്മയായിട്ട് ഞാൻ അവതാരം എടുത്തു. അങ്ങനെ കൂരിച്ചാലും മുറിയെ കിടന്നു.
അതിനു മുമ്പായിട്ട് കണക്കൂറും ഇടകഴിഞ്ഞു കൂരിച്ചാലും മുറിയെ കിടന്നു. മീത്തിലെ പാലാരും താഴത്തെ പാലാരും. അന്ന് കുതിരക്കാളി അമ്മയെയും കണ്ടു, പാഷാണമൂർത്തിയെയും കണ്ടു, എൻ്റെ ബന്ദർക്കത്തപ്പനെയും കണ്ടു. അങ്ങനെ ബന്ദർക്കത്തപ്പനെ കാണുന്നതായ സമയത്തെങ്കിൽ എൻ്റെതായ ചൂട്ടിൻ്റെ നൃത്തം ബന്ദർക്കത്തപ്പൻ്റെതായ തിരുനടയിൽ നൃത്തം അലങ്കരിച്ചു. അതിനുശേഷമോ അന്ന് ഏണിയാടി മഹാവിനെയും കണ്ടു. മുളിപ്പെടുപ്പ് സ്ഥലതാരമായിട്ട് പോന്നു പിടിച്ചു. അങ്ങനെ കുറ്റിക്കോലപ്പനും മൂകാമ്പി കുളികനും കൊടുപ്പള്ളത്ത് വീരന്മാരും അങ്ങനെ തമ്പുരാട്ടിയമ്മയും കണ്ടു. മുന്നാട് വടക്കേക്കര ഭഗതിയമ്മയും ബദിരക്കൊട്ടാരം കണ്ടു. അരച്ചപ്പിലപ്പം ഗണപതിയാറ്, അടുക്കത്ത് ഭഗവതി. അങ്ങനെ കുണ്ടംകുഴിയപ്പൻ്റെതായ തിരുനടയിൽ ചെന്നു. അവിടെയും ഞാൻ നൃത്തം അലങ്കരിച്ചു. ശേഷമോ ഇനി അവിടുന്ന് നേരെ ഇങ്ങോട്ട് തന്നെ ബന്ദർക്കത്തപ്പൻ്റെതായ പുണ്യകുമ്പനെത്തിക്കൽ എത്തിച്ചേരണം. അങ്ങനെ അവിടുന്ന് നേരെ ബന്ദർക്കത്തപ്പൻ്റെതായ സാന്നിധ്യം ഉറപ്പിച്ചു. അങ്ങനെ ചൂരത്തോട് ശാസ്താവിനെയും കണ്ടു. അങ്ങനെ ഇരിക്കുന്നതായ കാലത്തിങ്കൽ സ്ഥലമുൻപേടമായിട്ട് പാറക്കട ചുരക്കടും തറവാട് അന്ന് എൻ്റെ ആണ്ട് കഴിഞ്ഞ കുമരന്മാർ കൊണ്ട് പരിപാലിച്ചവിടെ ആരിപ്പിനടുത്ത് എൻ്റെ പരത്തേക്ക് അങ്ങനെ അങ്ങനെ ഇവിടെ നിലയുറപ്പിച്ചു. അന്ന് തൊട്ടേ എന്നേ വരെയും ആരാധിച്ചു പോരുന്നതായ ദൈവീക ശക്തികളാണ് ഇതിനകത്തിൻ്റെ തിരുപ്പുറത്തിൽ കുറച്ചും കൂടെ വെച്ചു. അങ്ങനെ ഇവിടെ ആരാധിച്ചു. അങ്ങനെ അങ്ങനെ ആരാധിച്ചു. കുഴപ്പമില്ല, പിന്നീടാണ് അതുകൊണ്ട് ആരാധിച്ചു. പിന്നെന്താണ് വേണ്ടത്? അന്ന് സ്ഥാനം ഉറപ്പിച്ചു. എൻ്റെതായ എല്ലാ ദേവന്മാരും ആണ്ട് കഴിഞ്ഞ കുമരന്മാർ കൊണ്ട് പരിപാലിച്ച എല്ലാ ദേവന്മാരും ഇതിനകത്തിൻ്റെ സാന്നിധ്യം ഉറച്ചു. അന്നിട്ട് ഇന്നേ വരെയും ഇതിനകത്തെങ്കിൽ തറവാട് മുൻപേടമായിട്ട് പ്രാർത്ഥിച്ചിരിക്കുന്നതായ നില. അല്ലേ കുമരന്മാരെ, കുർബാദന്മാരെ, എൻ്റെ മക്കളെല്ലാം ഇവിടെ വന്ന് നിൽക്കണം കേട്ടോ. ഇനി വിളിക്കരുത്. മക്കളെല്ലാം ഇവിടെ വന്ന് നിൽക്കണം. ഇതുകൊണ്ട് കുർബാദന്മാരില്ലേ വിളിക്കരുതാക്കരുത്. അങ്ങനെ ഇവിടെ കൊണ്ട് പരിപാലിച്ചു. അങ്ങനെ കുടുംബക്കാര് അത് സാന്നിധ്യം വർദ്ധിച്ചിരിക്കുന്നതായ കാലത്തിങ്കൽ ഇതുകൊണ്ട് അതുപോലെ എന്ന ആത്മഹത്യകൾ കണ്ട് കരുതി. അപ്പൊ ഇതങ്ങള് സുഖമാണോ നിങ്ങൾക്കെല്ലാവർക്കും? അമ്മ അങ്ങനെയല്ലേ ചോദിക്കാറ് അല്ലേ? മക്കളെ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ അല്ലേ? മക്കൾക്ക് എല്ലാവർക്കും സുഖമാണോ എന്നല്ലേ? എങ്ങനെ അമ്മയെ എങ്ങനെയാണ് കാണാൻ കൊതിച്ചത് നിങ്ങൾ? അമ്മയെ എങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു നിങ്ങൾ? ഇങ്ങനെ തന്നെയാണോ കാണാൻ ആഗ്രഹിച്ചത്? അല്ല വേറെ രൂപത്തിലാണോ? അല്ല, ഇതേ രൂപത്തിൽ. ചോദ്യം മനസ്സിലാകുന്നില്ലേ? ഇതേ രൂപത്തിൽ കാണാൻ ആഗ്രഹിച്ചു, പ്രത്യക്ഷപ്പെട്ടു അല്ലേ? അല്ലേ അമ്മ എന്താണ് തരേണ്ടത് ഇനി? അടുത്ത ചോദ്യം. ഇതുപോലെ തന്നെ മുന്നോട്ട് പോകേണ്ട അനുഗ്രഹം തരണം. അതുപോലത്തെ അനുഗ്രഹം തരണം. മുന്നിലിട്ട് ഇതുപോലെ തന്നെ പോകേണ്ട. എവിടെ എല്ലാവരും അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്ലേ? എല്ലാവരും അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അവിടെയും ഞാൻ സാന്നിധ്യം ഉറപ്പിച്ചു.
എന്നാണ് സങ്കല്പം അല്ലേ? അല്ലേ? എങ്ങനെ ആ നിമിത്തം കണ്ടു? കണ്ടത് എന്ന് പറഞ്ഞാൽ ആടെ അപ്പം ഒരു തറയിട്ട് ആടെ ഒരു കുടിയനും കഴിഞ്ഞപ്പോഴേക്കും ഒരു തറ കെട്ടി വെച്ച് ആടുന്ന് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കെട്ടിപ്പോലെ നമുക്ക് അമ്മേനെ കാണുന്നു. അവിടെ എങ്ങനെ സാന്നിധ്യം കണ്ടത് നിങ്ങൾ? സ്വർണ്ണ പ്രശ്നം വെച്ച് ഞങ്ങൾ കണ്ടു. എന്തിനാണ് സ്വർണ്ണ പ്രശ്നം, എന്തിനാണ് ചിന്ത നടത്തിയത്? അവിടെ പണ്ടൊരു കാവും കോട്ട പോലത്തെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാണുവാൻ വേണ്ടി ആഗ്രഹിച്ചു. നിങ്ങൾക്ക് ഇനിയും നന്മ തരണം അമ്മ അല്ലേ? സുഖം തരണം അല്ലേ? കുടിപ്പാൻ ജലം തരണം, ഭക്ഷിപ്പാൻ ആഹാര പദാർത്ഥം, വസിപ്പാൻ ഭവനം, ഇതെല്ലാം ഉണ്ട്. എങ്കിലോ കഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെല്ലാവരും. ഊണും ഉറക്കും കഷ്ടപ്പെട്ടു ദേവി ദേവന്മാർക്ക് വേണ്ടി അല്ലേ? അതല്ല പരമാർത്ഥം. ഈ നാട് എന്ന് പറഞ്ഞാൽ വിഷമുള്ള മണ്ണല്ലേ ഇത് അല്ലേ? അമ്മ എന്ന് പറഞ്ഞാൽ പന്നകത്തെ പോലെ പത്തി വിടർത്തുകളാണ്. പത്തി ഉലർത്തുന്നില്ലേ എന്നേ ഉള്ളൂ അല്ലേ? ദുഷ്ടന്മാർക്ക് അല്ലേ മുലപ്പാൽ കൊടുത്തു അല്ലേ? ദുഷ്ടന്മാർക്ക് ഞാൻ വിഷപ്പാൽ കൊടുത്തു. നിങ്ങൾക്കോ മുലപ്പാൽ തന്നു, വളർത്തി, അമ്മയെ കാണുവാനുള്ള ആ ഭാഗ്യം കടാക്ഷിച്ചു അല്ലേ? അല്ലേ വൈദ്യങ്ങളെ? മക്കളെ പോറ്റുന്നുണ്ട് അല്ലേ? മക്കളെ പോറ്റുന്നുണ്ട്. എങ്കിലും മക്കൾ പല അല്ലേ പല ചിന്താകൃതിയിലുണ്ടാകാം അല്ലേ? അല്ലേ? മക്കളെല്ലാവരും ഇന്നത്തെ കലികാലത്തിങ്കൽ അച്ഛനമ്മ പറയുന്നവിടെ മക്കൾ നിൽക്കുന്നില്ല. നിൽക്കുവോ? വഴി തെറ്റി സഞ്ചരിക്കുന്നവരാണ്. തടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? അല്ലേ? തടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ ഇതങ്ങളെ? നിങ്ങൾക്കും നിങ്ങളെ മക്കളെ തടുക്കാൻ സാധിച്ചില്ല. എങ്കിലും നിങ്ങളെല്ലാവർക്കും എന്നെ കാണുവാനും അമ്മയുടെ അനുഗ്രഹം മേടിക്കുവാനും ആഗ്രഹിച്ചു. നിങ്ങൾ വന്നു അല്ലേ? ഇത്ര പോരാ? നിങ്ങൾ ഇത്ര മതിയോ അല്ലേ? ഇത്ര പോരാ, പോട്ടെ. ഇത് കഷ്ടപ്പെട്ടു അല്ലേ? ഉറക്കും ഊണും ഇല്ലാതെ ഇത്ര പേര് ഇതിനകത്തെങ്കിൽ കഷ്ടപ്പെട്ടു. കലികാലത്തിങ്കൽ കൊടും ചൂടിൽ നിന്ന് രക്ഷയാകാൻ ഞാൻ മാത്രമേ ഉണ്ടാവൂ നിങ്ങൾക്ക് പന്തലായിട്ട് അല്ലേ? അമ്മ അല്ലേ? അമ്മയുടെ മടിത്തട്ടല്ലേ നിങ്ങൾ അല്ലേ? അല്ലേ? അമ്മയുടെ മടിത്തട്ടാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ അമ്മ എന്ത് പറഞ്ഞാലും മക്കൾക്ക് സാധിച്ചു കൊടുക്കും അല്ലേ? അന്നം അല്ലേ? ഒരു അന്നം അമ്മ ആദ്യം കഴിക്കുമോ? മക്കൾക്ക് അല്പം നീക്കി വെച്ചിട്ടല്ലേ കഴിക്കുള്ളൂ അല്ലേ? അങ്ങനല്ലേ അല്ലേ? അതുപോലെയുള്ള അമ്മയാണ് ഞാൻ. അങ്ങനെ ഇരിക്കുന്ന അമ്മയെ കാണുവാനുള്ള ഭാഗ്യം കണ്ടിട്ട് ഇനിയും ഇതേപോലെ കൊണ്ട് അതുകൊണ്ട് വേണ്ടുവോ അല്ലേ? ദീർഘമായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല. ഇത്ര മതി നിങ്ങൾക്ക് അല്ലേ?